പാപയാഗം. പാപത്തിൻ്റെ ക്രൂരമായ അനന്തരഫലം മനസ്സിലാക്കുന്നതിനും മനുഷ്യവർഗത്തിനും ദൈവത്തിനും ഇടയിലുള്ള തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ദൃഷ്ടാന്തമായി ദൈവം ഇത് ഇസ്രായേൽ ജനതയ്ക്ക് നൽകി. കൃതജ്ഞതയോ സമർപ്പണമോ പ്രകടിപ്പിക്കുന്ന മറ്റ് യാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാപയാഗം പാപം മൂലമുണ്ടാകുന്ന കുറ്റബോധത്തെയും മാലിന്യത്തെയും പ്രത്യേകം അഭിസംബോധന ചെയ്തു. പാപയാഗത്തിൻ്റെ അർത്ഥം. പാപയാഗത്തെ പ്രധാനമായും വിവരിച്ചിരിക്കുന്ന ലേവ്യ പുസ്തകം 4-ലും ലേവ്യ പുസ്തകം 5-ലുമാണ്. പാപയാഗത്തിനുള്ള എബ്രായ പദം ഖതാവ് എന്നാണ്. അതിനർത്ഥം പാപം അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം എന്നാണ്. ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത പാവങ്ങൾക്കുള്ള പ്രായശ്ചിത്തവും പാപം മൂലമുണ്ടാകുന്ന അശുദ്ധിയിൽ നിന്ന് വിശുദ്ധ മന്ദിരത്തെ ശുദ്ധീകരിക്കലുമായിരുന്നു ഈ യാഗത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പാപത്തിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ അനന്തരഫലങ്ങൾ വഹിക്കാൻ ഒരു പകരക്കാരൻ്റെ ആവശ്യകതയും ഈ യാഗം ഊന്നിപ്പറയുന്നു. ബൈബിൾ വിവരണം. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ചു ആ വക വല്ലതും ചെയ്താൽ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരുത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ, താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത യാഗങ്ങൾ. പാപത്തിനായി ഉപയോഗിക്കുന്ന മൃഗം പാപം ചെയ്ത വ്യക്തിയുടെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കും. മഹാപുരോഹിതനാണെങ്കിൽ കാളയാണ്, ഇസ്രായേൽ സഭയാണെങ്കിൽ കാളക്കിടാവ്, പ്രമാണിയാണെങ്കിൽ ആൺകോലാണ്, സാധാരണ വ്യക്തിയാണെങ്കിൽ പെൺകോലാണ്, ദരിദ്രനാണെങ്കിൽ കുറുപ്രാവ് അല്ലെങ്കിൽ നേരിയ മാവ്. സാമൂഹിക പദവി പരിഗണിക്കാതെ എല്ലാവരും പാപത്തിന് ഉത്തരവാദികളാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. പാപയാഗത്തിലെ പ്രക്രിയ. പാപയാഗത്തിനുള്ള മൃഗത്തെ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു പാപിയായ വ്യക്തി യാഗമൃഗത്തിൻ്റെ മേൽ കൈവയ്ക്കുന്നു. ഇത് പ്രതീകാത്മകമായി ആ വ്യക്തിയുടെ പാപം യാഗമൃഗത്തിലേക്ക് മാറ്റപ്പെടുന്നതായി സൂചിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. യാഗമൃഗത്തെ കൊല്ലുന്നു. പാപിയുടെ സ്ഥാനത്ത് ആ മൃഗം മരിക്കുന്നു. പുരോഹിതൻ രക്തം വിശുദ്ധ മന്ദിരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പുരട്ടുന്നു. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ ധൂമപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിൻ്റെ ഉദ്ദേശം. പാപയാഗത്തിന് നിരവധി ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പാപത്തിനുള്ള പ്രായശ്ചിത്തം, പാപിക്ക് പാപമോചനം ലഭിക്കുന്നതിനുള്ള മാർഗം, പാപത്തിൻ്റെ ഗൗരവം പഠിപ്പിക്കുവാൻ, പാപം മരണത്തിലേക്ക് നയിക്കുമെന്ന് പഠിപ്പിക്കുവാൻ. ക്രിസ്തുവിൻ്റെ നിഴലായ പാപയാഗം. സമാഗമന കൂടാരത്തിൽ നിരന്തരം നടത്തിയിരുന്ന യാഗങ്ങൾ പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. എന്നാൽ യാഗവ്യവസ്ഥ പ്രതീകാത്മകവും ക്രിസ്തുവിൻ്റെ നിഴലുമായിരുന്നു. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 4-10 വാക്യങ്ങൾ. കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപയാഗം യേശുക്രിസ്തുവിൻ്റെ ആത്യന്തിക യാഗത്തിലേക്ക് വിരൽ ചൂണ്ടി. നിരപരാധിയായ മൃഗം പാപിയുടെ കുറ്റം വഹിച്ചതുപോലെ നാം ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നിഴലും പൊരുളും. യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണമെന്ന് ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം വ്യക്തമാക്കുന്നു. പൊരുൾ. 1 പത്രോസ് 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിഴൽ. വഴിപാട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരേണ്ടതായിരുന്നു.
ലേവ്യപുസ്തകം 4-ാമത്തെ അധ്യായം 4-14 വാക്യങ്ങൾ. പൊരുൾ: എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നിഴൽ: പാപി യാഗമൃഗത്തെ സ്വന്തം കൈകളാൽ കൊല്ലേണ്ടതായിരുന്നു. ലേവ്യപുസ്തകം 4-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. പൊരുൾ: യെശയ്യാവിൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. നിഴൽ: ലേവ്യപുസ്തകം 10-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളനുസരിച്ച് രക്തം മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നപ്പോൾ മാംസത്തിൻ്റെ ഒരു ഭാഗം പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചു. അങ്ങനെ പുരോഹിതൻ സഭയുടെ അകൃത്യം വഹിച്ച് അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രായശ്ചിത്തം ചെയ്തു. പൊരുൾ: 1 പത്രോസ് 2-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിഴൽ: കൊഴുപ്പ് പാപത്തെ സൂചിപ്പിക്കുന്നു. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം 31, 7-ാമത്തെ അധ്യായം 30 എന്നീ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. പാപയാഗത്തിൽ നിന്ന് മുഴുവൻ കൊഴുപ്പും പാപി വേർപ്പെടുത്തണം. പൊരുൾ: യെശയ്യാവ് 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നിഴൽ: വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാകാരത്തിൽ കൊഴുപ്പ് മുഴുവൻ കത്തിച്ച് ചാരമാക്കുന്നു. ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. പൊരുൾ: മലാഖിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ എല്ലാ പാപികളും ഭൂമിയിൽ കത്തിച്ച് ചാരമാക്കുന്നതിനെ വിവരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിന് കീഴിൽ വെണ്ണീറായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു.